മലേഷ്യൻ വ്ലോഗ് പാർട്ട് 1 ഇട്ടതിന് ശേഷം കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു കേട്ടോ. പാർട്ട് 2 വേണ്ടിയിട്ട് എങ്ങനെയാണ് പോയത്, ഏത് ഏജൻസി ആയിരുന്നു, എങ്ങനെ അവിടെ എത്തി, അവിടേക്കത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പാർട്ട് 1 ഇട്ട് കഴിഞ്ഞാൽ ഒരു 1 വീക്ക് കഴിയുമ്പോൾ തന്നെ പാർട്ട് 2 ഇടണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ആ ഒരു വീക്കിൽ എനിക്ക് ഇച്ചിരി ബ്രേക്കൊക്കെ എടുക്കേണ്ടി വന്നു. അതൊക്കെ പോട്ടെ. പിന്നെ മലേഷ്യയിൽ എങ്ങനെയാണ് എത്തിച്ചേർന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന അതുലുണ്ടല്ലോ, അതുൽ നമ്മുടെ ഒരു ഷൂട്ടിന് വേണ്ടി വന്നപ്പോൾ അതുലിങ്ങനെ പറഞ്ഞു, നമ്മൾ അതുലിൻ്റെ ഫിയാൻസിനെ കാണാൻ വേണ്ടിയിട്ട് മലേഷ്യയിൽ പോവാണ്. ഇപ്പോൾ പോവുകയാണെങ്കിൽ വിസയൊന്നും വേണ്ട, ചേച്ചിക്കും അപ്പൂനും വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന്. പിന്നെ എല്ലാ തീരുമാനങ്ങളും പെട്ടെന്നായിരുന്നു. പിന്നെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഏജൻസീനെ കണക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചൂസ് ചെയ്തതാണ് ടൂർ ഡേ സ്റ്റോറീസ്. പിന്നെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തതും എല്ലാം ചെയ്തു തന്നത് ടൂർ ഡേ സ്റ്റോറീസാണ്. ആക്ച്വലി ഞാൻ കേരളത്തിൽ ടൂർ ഡേ സ്റ്റോറി ഏജൻസി വഴി ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ടൂർ ഡേ സ്റ്റോറീസ് ഏജൻസീൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ ക്യാപ്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ അവിടെ എത്തി. അപ്പം തന്നെ അവിടെ ഡ്രൈവർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഡ്രൈവർ ചേട്ടൻ നമുക്ക് നേരെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊണ്ടുപോയി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം നമുക്ക് മൈലോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ നമ്മൾ പണ്ട് കഴിച്ചുകൊണ്ടിരുന്നത് അവിടെ ഇപ്പോഴും മൈലോ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞത് നമ്മൾ പുത്രജയ മോസ്കിലോട്ട് പോയി. അതിന് ശേഷം കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ പാർട്ട് 2 ഇത്രയേ ഉള്ളൂ. സോ പാർട്ട് 3 നമ്മൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരാം. ഓക്കെ, ബൈ.